സച്ചിൻ എക്സസൈസ് കഴിഞ്ഞ് ആ ഭാരമുള്ള ഡംബൽ താഴെ വെച്ചു. ദേഹവും മുഖവും എല്ലാം വിയർത്തൊലിക്കുന്നു. അമ്മ അവനോട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായെന്ന് പറഞ്ഞു. ഇത് കണ്ടുകൊണ്ട് നിന്ന അവന്റെ അച്ഛൻ, നിന്റെ ആരോഗ്യത്തിന് ആഹാരവും ആവശ്യമാണ്, അത് നിനക്കറിയാമോ എന്ന് പറഞ്ഞ് അവനെ ശകാരിച്ചു. സച്ചിൻ ആഹാരം കഴിച്ചു കഴിഞ്ഞ ശേഷം അമ്മയോട് ഇനി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന തന്റെ വെയ്റ്റ് ലിഫ്റ്റിംഗ് വർക്കൗട്ടിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത് കേട്ട അച്ഛൻ അവനോട്, നീ സമയം കൂടുതലെടുത്ത് ശരീരത്തിന് ആവശ്യമായ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ നീ വീട്ടിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യുന്നതുമില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട അമ്മയും അവനോട്, സച്ചിൻ, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുവാനായി നീ എന്താ സമയം കണ്ടെത്താത്തത് എന്ന് ചോദിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് അവൻ മിണ്ടാതെ ശാന്തനായി നിന്നു. ഉടനെ അച്ഛൻ, ശരീരം ആരോഗ്യമുള്ളതാക്കുവാൻ വർക്കൗട്ടുകൾ ആവശ്യമാണ് സത്യം, ബൈബിളും അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ നമ്മുടെ ശരീരം ആരോഗ്യമുള്ളതാക്കുവാൻ വർക്കൗട്ടുകൾ ചെയ്യുന്നുവോ അതുപോലെ നമ്മുടെ ആത്മാവിനും ആരോഗ്യം ആവശ്യമാണ്. അതെങ്ങനെയാണ് അച്ഛാ ആത്മാവിന് ആരോഗ്യം ഉണ്ടാക്കുന്നത്? അവൻ ചോദിച്ചു. അതിന് നാം ദിവസവും ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്, അച്ഛൻ പറഞ്ഞു. കുറച്ചുനേരം ചിന്തിച്ചു നിന്നിട്ട് സച്ചിൻ, അപ്പാ, ഞാൻ ഇനി എന്റെ വീട്ടിലെ ഉത്തരവാദിത്വവും പഠനകാര്യങ്ങളും എല്ലാം ചെയ്യും. അതുപോലെ പ്രാർത്ഥനയ്ക്കായും വചനധ്യാനത്തിനായും ഞാൻ സമയം കണ്ടെത്തും. ഇനി ഒരു കാര്യത്തിന് മാത്രം പ്രത്യേകമായ സമയം വേർതിരിക്കാതെ എല്ലാ കാര്യങ്ങളും അതതിന്റെ സമയത്ത് കൃത്യമായി ചെയ്യുവാൻ ഞാൻ ശ്രമിക്കും, സച്ചിൻ പറഞ്ഞു. അതേ സുഹൃത്തുക്കളെ, അധികമായാൽ അമൃതും വിഷം.